എടാ ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോൾ മണിരത്നം സിനിമയിൽ പറയണ പോലെ ഐ ലവ് യു എന്നൊന്നും പറയാൻ പറ്റില്ല. എടാ അന്നങ്ങനെ പറഞ്ഞു പോയെന്നൊക്കെ വെച്ച് അതൊക്കെ റിയാലിറ്റിയിൽ സംഭവിക്കൂ. മണിരത്നം പടമൊക്കെ ഊട്ടിയിലും കാശ്മീരിലും ഒക്കെ എടുക്കുന്നത്. അവിടെ ആരും ഉണ്ടാവത്തില്ല. ഗ്രാമത്തിലെ പെണ്ണുങ്ങളുടെ പുറകെ പോയാലുണ്ടല്ലോ തൊലി വിരിച്ചോളെ. അവരെ പോയി പബ്ലിക്കായി ഐ ലവ് യു പറഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക? എടാ ഇനി ആ പെണ്ണിന്റെ പുറകെ ഞങ്ങളൊന്നും വരാൻ പോകുന്നില്ല. റിസ്ക് എടുക്കാൻ പറ്റില്ല. എടാ അവള് വരാന്ന് പറഞ്ഞടാ. എടാ ഇവൻ അവസ്ഥ എന്താ മനസ്സിലാവാത്ത? വെറുതെ മനുഷ്യനെ കൊല കൊടുക്കും. ഒരു തവണ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നോക്കട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്ത് കാണാണ്? എന്ത് കാണാനാടാ? അവളെ ചാടിച്ചോണങ്ങ് പോകാൻ കുറച്ച് കളയുമ്പോ ഒരു കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട്. എന്തൊക്കെയാടാ പറയണേ? എടാ ഇവൻ ഈ ലോകത്തൊന്നുമല്ല, വേറെ ഏതോ ലോകത്താ. എന്തൊക്കെയാ പറയണേ? എടാ നാളെ ഒരു ദിവസത്തേക്കൊന്ന് പാടാ, അത് കഴിഞ്ഞ് എന്നെ ശല്യം ചെയ്യത്തേ ഇല്ല. ഒരു തവണത്തേക്കൊന്ന് പാടാ പ്ലീസ്. എന്താ എന്റെ പൊന്നടാവേ വരാം. എടാ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, നീ ഇത് കാണുന്നുണ്ടോ? മഴ പെയ്യുന്നടാ. ഇന്ന് അവളി വഴി വരികയാണെങ്കിൽ അവളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അർത്ഥം. അപ്പൊ വന്നില്ലെങ്കിൽ പറയാളിയാ, വന്നില്ലെങ്കിൽ എന്താ നോക്കടാ. അളിയാ തോന്നുന്നേ. നമുക്ക് മഹി മഹി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് മിണ്ടാതെ പോകുന്നെന്താ? ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല, നീ പോവാൻ നോക്ക്. നീ എന്തിനെങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നത്? നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, പോവാൻ നോക്ക്. ഇന്നലെ കിട്ടിയത് പോരാ നിനക്ക്. ശിവ പറയുന്നേക്ക് പോ. പോവാൻ നോക്ക്. ചെല്. പറഞ്ഞോ എന്താണ് ഇവിടെ പ്രശ്നം? ഇവൻ നമ്മുടെ പെണ്ണിന്റെ പുറകെ ലവ് എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യാ. അവൻ പറഞ്ഞ സത്യമാണോ? ശല്യമൊന്നും ചെയ്തില്ല ഏട്ടാ. സ്നേഹിക്കുന്നുള്ളത് ശരിയാ, പക്ഷെ കല്യാണം കഴിക്കാനാ. അവള് നിന്നെ പ്രേമിക്കുന്നുണ്ടോടാ? എടാ എല്ലാരും നിർത്തിയേ, ആദ്യം പെണ്ണിനെ വിളിക്ക്. നീ ഇങ്ങ് വന്നേ. ഈ ചെക്കനോട് നിനക്ക് പ്രേമമുണ്ടോ? മഹി പറഞ്ഞു കൊടുക്ക്. നോക്കേട്ടാ, നമ്മൾ ഇത്ര പേരുണ്ടായിട്ട് അവന് ഒരു പേടിയില്ല. ഇവനെ പോലുള്ളവരുള്ളതുകൊണ്ടാ നമ്മുടെ പെണ്ണുങ്ങളെല്ലാം കോളേജിൽ പോകാൻ പേടിക്കുന്നേ. പേടിക്കാനായിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പ്രേമിച്ചെന്നല്ലേ ഉള്ളൂ. അതിനിപ്പോ എന്താ? നിർത്തടാ. നീ പറമോളെ, ഇവനെ ഇഷ്ടമാണോ? നിനക്ക് അവനെ ഇഷ്ടമാണോന്ന്? അല്ല. ശരി, നീ വീട്ടിൽ പോയിക്കോ. കൊണ്ടുവിടേട്ടാ. ഇനി ആ പെണ്ണിന്റെ പുറകെ കറങ്ങി തിരിഞ്ഞാണ്ടല്ലോ, നിന്റെ കൈയും കാലും വെട്ടി ഞാൻ. ഓ എല്ലാരും പോടാ. ഹെൽപ്പ്! ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങളൊക്കെ ആരാ? ഞാനിതോടെയാ. ഇത് കൊടുങ്കാടാണ്. നിങ്ങൾ ആരെ അവിടെ കെട്ടിക്കൊണ്ടിട്ടാ? ഇവനേതാ? ഇവനേതാ? ഇവനെ ഇതുപോലെ തന്നെ കെട്ടിക്കൊണ്ടിട്ടതാ. അത് ശരി. ചേട്ടാ എഴുന്നേക്കേട്ടാ, എഴുന്നേക്ക്. നീ എങ്ങനെ എന്റെ കൂടെ വന്നേ? നിന്നെ ആരാ പിടിച്ചോണ്ട് വന്നേ? നിന്റെ സ്ഥലം എവിടെയാ? രാത്രി എനിക്കാരോ എന്തോ മയക്കുമരുന്ന് തന്നെ ഇവിടെ കൊണ്ടിട്ടാണെന്നാ തോന്നുന്നത് സാർ. നിന്റെ സ്ഥലം എവിടെയാന്ന്? കുപ്പത്തിനടുത്താ എന്റെ വീട്. എടാ അത് എന്റെ വീടിന്റെ അടുത്താണല്ലോ. ഞാൻ ലക്ഷ്മിപുരത്താ. നിന്നെ എന്തിനാ ഇപ്പൊ തട്ടിക്കൊണ്ടുവന്നേ? അത് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ സാർ? ഇത് ചെയ്തവർക്കല്ലേ അറിയുള്ളൂ. നിങ്ങളുടെ എല്ലാ ആരെങ്കിലും ഫോണുണ്ടോ? ഇല്ല സാറേ, ഇവിടെ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ വിളിക്കാൻ പറ്റൂ. ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ വഴിയുണ്ടോ? ഒരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ശരി. ഇനി എത്ര ദൂരം പോണം? നിങ്ങൾ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ഇനി കുറച്ച് ദൂരം കൂടി പോകാൻ സാറേ. വാ. എനിക്ക് തീരെ പറ്റുന്നില്ല. എന്തൊരു സ്ഥലം ഇത്.
എന്താ പറ്റിയത്? എന്താ പറ്റിയേ? നന്നായി നോക്ക്. നിങ്ങൾ എന്താ കാണിക്കുന്നേ? അയ്യോ അറിയണ്ടെന്നേ. അയ്യോ അയ്യോ എന്ത് വേദന ഇത്. ഇന്നടാ മരുന്ന് മരുന്ന് കൊണ്ടുവാ. എന്നാ, ഇതൊന്ന് വെച്ചോ. അങ്ങോട്ട് കൊണ്ടുപോവാ. സമയം വൈകിയാൽ മതി. കുഴപ്പമില്ലെന്നേ, കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടന്നോളൂ. വേറെ കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇത് പെട്ടെന്ന് മാറിക്കോളൂ. വാവ്. ഡാ, അവിടെ നോക്കടാ. അളിയാ, ഹായ്. 1 minute please. വരാ, വരാ. നിങ്ങളതൊന്നും കാണുന്നില്ലേ? എനിക്ക് പോണായിരുന്നു. ഹായ്. എന്റെ ഒരു ഫുൾ ഫിഗർ ഫോട്ടോ എടുത്തു തരൂ. പിന്നെന്താ, ഫുൾ ഫിഗർ എടുക്കാൻ. ഫോട്ടോ എടുക്കുന്നു. പിന്നെന്താ, ഞാൻ നന്നായിട്ട് എടുത്തു തരാം. എല്ലാം എടുത്തു തരാം. കുറച്ച് പുറകോട്ട്, പുറകോട്ട്. കുറച്ചുകൂടി പുറകോട്ട്, കുറച്ചുകൂടി പുറകോട്ട്. എന്നാലും തന്നെയാണ് പുറകോട്ട്. കുറച്ചുകൂടി പുറകോട്ട്. എടാ, ഓടിക്കോ, ഓടിക്കോ, പോടാ, ഓടിക്കോ. അയ്യോ. അച്ഛേ. മതി. ശരി ആയിക്കോട്ടെ. താങ്ക് യു. ശരി. ശരി, ബൈ. ഒരു ഉമ്മ വന്നേ. ചേച്ചി സുഖാണോ? ഹലോ അളിയ, ആ പെണ്ണ് എന്റെ വീടിന്റെ അടുത്തറ താമസിക്കുന്നത്. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ അളിയ. എടാ, എന്റെ അവസ്ഥ നിനക്ക് നന്നായിട്ട് അറിയാവുന്ന. അതൊക്കെ അറിയാം. ശിവ, എടാ ശിവ, ഒരു ചെയർ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നേ. അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ടിരിക്കാം. കസേര എടുക്കാം. വാ. ഓക്കെ ബൈ. ഇതെല്ലാം ഹലോ ആന്റി. അനിയത്തിയാ. ഇപ്പൊ നോക്കുവാണെങ്കിൽ അങ്ങനെ വേറെ കുഴപ്പമൊന്നും പറ്റിയല്ലോ. സോറി അച്ഛാ. അതാ എന്റെ വീട്. അതാണോ? ആ ശിവ, അമ്മേ, ദാ ഇതാ എന്റെ മോൻ. ഓ ഹായ്, ഐ ആം പ്രിയ. എന്താ ചെയ്യുന്നേ?
അതിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട. +2 കെമിസ്ട്രി എക്സാം 6 തവണ എഴുതിയത്, ഒരു പ്രാവശ്യം പോലും ജയിച്ചില്ല. എന്റെ അമ്മ ഇതൊക്കെ പറയല്ലേ പ്ലീസ്. അല്ല, അത് പിന്നെ 6 പ്രാവശ്യം എഴുതുമ്പോ നല്ല ഇമ്പ്രൂവ് ആവല്ല, അതാ. എന്റെ അമ്മേ